സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മളൊരു കാര്യം ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്, അതൊന്ന് അവതരിപ്പിക്കാൻ വന്നതാണ് നിങ്ങളുടെ മുന്നിൽ. ഇതിപ്പോൾ ഈ സംഭവം ഒട്ടുമിക്ക ഇലക്ട്രീഷ്യന്മാരും ഇത് അനുഭവിച്ചുകൊണ്ടായിരിക്കും, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്കിതുപോലെ 2-3 സൈഡിൽ ഇതുപോലെ പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും പോയിട്ട് നമ്മുടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ബോക്സ് വെച്ച് പൈപ്പടി കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് ഫുള്ള് എല്ലാ റൂമിലല്ല, നമ്മുടെ കിച്ചൺ, സ്റ്റോർ റൂം, ബാത്റൂം, ഇവിടെയൊക്കെയാണ് നമ്മൾ ടൈല് വരുന്ന സ്ഥലം. അവിടെ നമ്മൾ പോയിട്ട് ബോക്സുകളൊക്കെ ഒന്ന് തെളിയിച്ചിട്ട് കൊടുക്കും. ഇതുപോലെ നമ്മൾ തെളിയിച്ചിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ ടൈം പോവും, ടൈല് പൊട്ടിപ്പോവാം. അപ്പോൾ അത് വേറെ പ്രശ്നം. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഇത് സംഭവം ചെറിയ കാര്യം, നിസ്സാരമാണ്, പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നുന്നു. പലപ്പോഴും നമുക്ക് ഇതുപോലെ പലയിടത്തും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഒരു യൂസ്ഫുള്ളായ വീഡിയോ ആണ് തോന്നിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി നിങ്ങളായിട്ട്. സംഭവം ചെറുതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാ കാര്യം എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് സമയമില്ലാണ്ടായിരിക്കാം, ചിലപ്പോൾ സൈറ്റുകൾ കൂടുതലുണ്ടാവും, ഓടിയെത്താൻ പറ്റാണ്ടായിരിക്കാം. എങ്ങനെയായാലും അപ്പോൾ നമ്മളിതുപോലെ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടൊന്ന് പോയി തെളിയിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. ടൈല് വരുന്ന പോലെ മറ്റുള്ള റൂമുകളിൽ പ്രശ്നമില്ല, ടൈല് വരുന്ന ഭാഗത്താണ് പ്രോബ്ലംസ് ഉണ്ടാവുക. നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഹീറ്ററിൻ്റെ ബോക്സ് തേപ്പുകാർ ശ്രദ്ധിക്കാണ്ട് അടഞ്ഞു പോയി. അപ്പോൾ ടൈലുകാരൻ വന്നിട്ട് അതിന് മേലെ കൂടെ ടൈലും വെച്ച് പോയി. അപ്പോൾ സാധാരണ നമ്മൾ ടൈലുകാരെ വിളിച്ചിട്ട് അത് കട്ട് ചെയ്യിക്കാറ്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വർക്കേഴ്സിനോട് പറഞ്ഞു, കട്ട് ചെയ്ത് കുഴപ്പമില്ല, അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ആ 2 ബോക്സുകൾ തമ്മിലുള്ള അകലത്തിലായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ അകലം നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ബോക്സ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ബോക്സിൻ്റെ കവർ ഇട്ടാൽ കവർ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ വർക്കറിനോട് പറഞ്ഞു. അപ്പോൾ ആൾ കറക്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കുത്തി എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായ ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് സംബന്ധമായ വീഡിയോസ് നമ്മളെന്നും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം.